നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠനത്തിന് അപേക്ഷിക്കുന്നതിനായുള്ള കോമൺ എൻട്രൻസ് എക്സാമിന് അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET 2024 എന്നറിയപ്പെടുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് നമ്മൾ ഡിഗ്രി പഠനത്തിനായിട്ട് പാസ്സാവേണ്ടത്. ഒരു ജനറൽ പേപ്പറും നമുക്ക് ഇഷ്ടമുള്ള 5 സബ്ജക്റ്റുകളും ചേർത്ത് 6 പേപ്പറുകളാണ് നമുക്ക് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നത്. ഈ 6 സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന IIT IIM പോലെയുള്ള സെൻറ്ററുകളിലെ തന്നെ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് പാസ്സാവുന്നത്, കഴിഞ്ഞ വർഷം നമുക്ക് 10 സബ്ജക്റ്റ് വരെ സെലക്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് 6 സബ്ജക്റ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ 6 സബ്ജക്റ്റുകളിൽ ഒരു പേപ്പർ ജനറൽ സബ്ജക്റ്റാണ്. അത് എല്ലാ കുട്ടികളും പാസ്സാവേണ്ട ഒരു പേപ്പറാണ്. ജനറൽ നോളജ് അതുപോലെ കോമൺ ഇംഗ്ലീഷ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ജനറൽ പേപ്പറും ബാക്കി 5 സബ്ജക്റ്റുകളിൽ അത് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പാസ്സാവാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് പിന്നീട് ഇനി അടുത്ത ഇത് എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായതിനു ശേഷം പിന്നീട് വരുന്ന ആപ്ലിക്കേഷൻസ് പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ അതാത് കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നോർമലായിട്ട് നമ്മളെ ഡിഗ്രി പഠനത്തിനായിട്ട് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്നു വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഒരു സാധ്യതയിൽ നിന്നൊക്കെ വിട്ടിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വളരെ കുറഞ്ഞ ഫീസിൽ അതുപോലെ വളരെ കൂടുതൽ ഫെസിലിറ്റികൾ ഉൾപ്പെടുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നമുക്ക് ഡിഗ്രി പഠനം നടത്തുക എന്നുള്ളത് ഈ ഒരു കാലത്തിൻ്റെ ട്രെൻഡായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. BTech പഠനവും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള ടെക്നിക്കൽ പഠനത്തിനൊക്കെ സാധ്യതകൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഡയറക്റ്റ് ഡിഗ്രിയും PGയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഹയർ സ്റ്റഡീസിലേക്കോ അല്ലെങ്കിൽ റിസർച്ചിലേക്കോ ഒക്കെ പോകുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം തന്നെ നമുക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലൂടെ ജോലി നേടാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് കുട്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ പഠനം നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ക്യാമ്പസ് ഇൻ്റർവ്യൂവിനുള്ള സ്കോപ്പും ഒക്കെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിക്കുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പ്രധാനമാണ്. അങ്ങനെ ഒരു സാധ്യതയ്ക്കാണ് നമ്മൾ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത് ഫെബ്രുവരി 27 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 26 വരെ നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 മാർച്ച് 26 നമുക്ക് രാത്രി 12 മണി വരെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ 28-നും 29-നുമായിട്ട് നമുക്ക് അത് കറക്ഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ എക്സാമിനേഷൻ്റെ സിറ്റി ഏതെന്നുള്ളത് ഏപ്രിൽ 30 അറിയാൻ കഴിയും. അതുപോലെ അഡ്മിറ്റ് കാർഡ് നമുക്ക് 2nd വീക്ക് ഓഫ് മേയിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 15th മേയ്ക്കും അതുപോലെ 31st മേയ്ക്കും ഇടയിലായിരിക്കും. 15നും 31നും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും നമ്മുടെ എക്സാം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേരിയേഷൻ വരാം. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 എക്സാമുകളൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അത് കുട്ടികളുടെ എണ്ണവും ടൈമിങ്ങും ഒക്കെ അനുസരിച്ച് നിശ്ചയിക്കുന്നവർ സൈറ്റിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ആൻസർ കീയും ഒക്കെ അവർ എന്നറിയും എന്നുള്ളത് നമ്മളെ അറിയിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് exams.nta.ac.in CUET UG എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, PGയുടേത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇത് UGയുടേതാണ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെതാണ്. ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു തെറ്റ് വരാതെ ശ്രദ്ധിക്കുക. നമുക്ക് റിസൾട്ട് ജൂൺ 30 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഓർക്കേണ്ടത്. ഇനി ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് നമുക്ക് 3 സബ്ജക്റ്റ് വരെ, അതായത് ജനറൽ പേപ്പറും 3 സബ്ജക്റ്റും ഉൾപ്പെടെ എഴുതുന്നതിന് 1000 രൂപയും, നമ്മൾ അഡീഷണലായിട്ട് ഓരോ സബ്ജക്റ്റ് കൂടി ആഡ് ചെയ്യാം. നമുക്ക് മാക്സിമം 5 എണ്ണം വരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോ പേപ്പറിനും നമ്മൾ 400 രൂപ വെച്ച്, ഇപ്പോൾ 5 എണ്ണം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ 1000-നോടൊപ്പം 800 രൂപ കൂടി കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് OBCക്കോ അല്ലെങ്കിൽ EWS കാറ്റഗറിയിലോ ഒക്കെ, OBC എന്ന് പറയുമ്പോൾ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം.
EWSന് EWSൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് 2 സർട്ടിഫിക്കറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 900 രൂപ കോമൺ ആയിട്ട് നമ്മൾ അടയ്ക്കണം. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് 3 എണ്ണം കഴിഞ്ഞ് 4മതൊരു പേപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 375 രൂപ വെച്ച് നമ്മൾ അടയ്ക്കണം ഓരോ പേപ്പറിനും. SC/ST കുട്ടികൾക്കും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കും തേർഡ് ജെൻഡറിനും ഒക്കെ മെയിൻ പേപ്പർ ഉൾപ്പെടെ 3 എണ്ണം എഴുതുന്നതിന് 800 രൂപയാണ്. അതുപോലെ തന്നെ അഡീഷണൽ പേപ്പർ ഓരോന്നിനും 350 രൂപ വെച്ച് വേണം. ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ആണ് ചെയ്യുന്നതെങ്കിൽ 4500 രൂപയും അതുപോലെ ഓരോ അഡീഷണൽ പേപ്പറിന് 1800 രൂപയും വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ഹൈബ്രിഡ് മോഡിലായിരിക്കും ഇപ്പോൾ നടത്തുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡും ആവാം, അല്ലെങ്കിൽ പേപ്പർ പെൻ ടെസ്റ്റ്, അത് OMR രീതിയിലുള്ള പേപ്പർ പെൻ ടെസ്റ്റ് ആണ് നടത്തുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് നമുക്ക് 13 ലാംഗ്വേജുകളിൽ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് മലയാളവും വരുന്നുണ്ട്. 13 ലാംഗ്വേജുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, മലയാളത്തിന് ഉൾപ്പെടെ. പിന്നെ നമ്മൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ 12th സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, ജനറൽ മെൻ്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ഉൾപ്പെടുന്ന ഒരു ജനറൽ പേപ്പറാണ് നമ്മൾ എഴുതേണ്ടത്. അതിനകത്ത് തന്നെ നമുക്ക് ലോജിക്കലും അനലിറ്റിക്കൽ റീസണിങ്ങുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമുക്ക് NDAയുടെ എക്സാംസിൻ്റെ CUET UG എന്ന് പറയുന്ന എക്സാമിൻ്റെ സൈറ്റിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ 40 ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ സബ്ജക്റ്റിനും ലാംഗ്വേജിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു 45 മിനിറ്റ്സിൻ്റെ ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ജനറൽ ടെസ്റ്റ്, ഇങ്ങനെയുള്ളതിനൊക്കെ 60 മിനിറ്റ് സമയമെടുക്കും. ലാംഗ്വേജസിന് 45ഉം അതുപോലെ തന്നെ സബ്ജക്റ്റുകൾക്ക് കുറച്ചെണ്ണത്തിന് നമുക്ക് 60 മിനിറ്റ്സുമാണ് ടൈം വേണ്ടി വരുന്നത് എൻട്രൻസ് എക്സാമിനായിട്ട്. ഓൺലൈനായിട്ട് സൈറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ബേസിക്കായിട്ട് വേണ്ടുന്ന ഒരു ഫോട്ടോയും സൈനും ഒക്കെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ OTP വെരിഫൈ ചെയ്ത് ഒരു ഫോൺ നമ്പർ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ മെയിൽ ID ഒക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സാധാരണയായി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള എല്ലാ സംഗതികളും നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു അഡ്മിറ്റ് കാർഡ് അവസാനം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിനോടുകൂടെ ഒപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അഡ്മിറ്റ് കാർഡ് വരുന്നതിനൊപ്പമാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൂടി നമ്മൾ ഫില്ല് ചെയ്ത് വേണം എക്സാം ടൈമിൽ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ഒരു ബോൾ പോയിൻ്റ് പെൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫ് കൂടി നമ്മൾ പേസ്റ്റ് ചെയ്ത് അറ്റൻഡൻസ് ഷീറ്റിൽ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കണം. അതുകൂടി നമുക്ക് എക്സാം ടൈമിൽ വേണ്ടി വരും. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ID കാർഡ് ഉണ്ടായിരിക്കണം. പാൻ കാർഡോ ആധാർ കാർഡോ അങ്ങനെയുള്ള നോർമലി ഒരു ഫോട്ടോ ഉള്ള ID കാർഡ് നമ്മൾ കരുതണം. അതുപോലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡയബറ്റിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഷുഗർ ടാബ്ലറ്റോ അങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് നേരത്തെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എക്സാം ടൈമിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നോർമലി നമ്മൾ ആപ്ലിക്കേഷൻസ് വെരിഫൈ ചെയ്യുന്ന അതേ ഒരു രീതിയിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിലൊരു പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഡീറ്റെയിൽസ് പറയാത്തത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടാൽ അത് കറക്റ്റായിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 2 ദിവസം നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു ലൂപ്പ് ഹോളായിട്ട് നമ്മൾ കണക്കാക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനും എൻ്റർ ചെയ്യാനും ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തവണ വരെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. OMR ഷീറ്റ് നമുക്ക് തന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ OMR ഷീറ്റ് ഉപയോഗിച്ചോ ഉള്ള പരീക്ഷകളിൽ ഏതാണോ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് തന്നെയാണ്
നടത്തും എന്ന് തന്നെയാണ് എക്സാമിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊരു രീതിയിലേക്കും നമ്മുടെ എക്സാം മാറാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. എല്ലാ കുട്ടികളും വേണ്ട തയ്യാറെടുപ്പോടെ മാത്രം പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ലൊരു കണ്ടന്റ് നോളജ് ഉള്ളവർ, അതായത് നമ്മുടെ +2 പഠിച്ച തിയറി അതിനെ വളരെ വിശദമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കുറുക്ക് വഴികളൊന്നും തന്നെ ഇല്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ മനസ്സിലാകും. തിയറി കണ്ടന്റ് നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് മാത്രം അപ്ലൈ ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഠിത്തത്തിനുള്ള തുടക്കങ്ങൾ കുറിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അടുത്ത് കോളേജുകളിലേക്ക് അഡ്മിഷൻ്റെ ടൈം ആവുമ്പോൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. ഏവർക്ക് നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.